സൂക്ഷിച്ചു കാരണം ഞാൻ മുമ്പ് വീണതാ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന കോണി എവിടെ? പറഞ്ഞാലും കോവണി എവിടെ? ഇന്നലെ ഇവിടെ കണ്ടാണല്ലോ. അയ്യോ, ഇതിന് കോണിയൊന്നും വേണമെന്നില്ല. ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കയറുന്ന കാര്യത്തിൽ ഞാനൊരു എക്സ്പെർട്ടാ. കോണി എടുക്കാൻ നമുക്ക് വേണ്ടെന്ന്, ഞാൻ കേറിക്കോളാം. എന്താ ഇവിടെ ബഹളം? മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ? ആരോടോ താൻ? ഞാൻ തേങ്ങ. താൻ തേങ്ങയോ? കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ. അട്ടത്ത് കയറിയാണോ കൃഷി ചെയ്യുന്നത്? വിത്ത് തേങ്ങ സെലക്ട് ചെയ്യാമെന്ന് കരുതി. വേണ്ട വേണ്ട വേണ്ട, അട്ടത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാളാരാ? എന്റെ മൂത്ത മോനാ. പ്രബേട്ടൻ. ആള് നോർമൽ അല്ലാന്ന് തോന്നുന്നു. ഞാൻ അട്ടത്ത് കയറുന്നതിന് ഇയാക്കെന്താ? ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചത് നടത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസം. അതുകൊണ്ടാ തന്നോട് താഴോട്ട് വീടരുത്. പറഞ്ഞത്. അരിച്ചു വെറുക്കി പരിശോധിക്കണം സാർ. എല്ലാ റൗഡിസത്തിനും നേതാവിന്റെ വീടാ. ആ ചാക്ക് കെട്ടിരിക്കുന്നില്ലേ, അതിനപ്പുറം. അയ്യോ, പോലീസ്! അയ്യോ, ഇതിനെ മോൾ കാണൂ. അയ്യോ, 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 നിക്കോടെ ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല തുരപ്പനോ പെരിച്ചാഴി എന്തെങ്കിലും ആയിരിക്കുന്നതാണ്. ഇയാളങ്ങനെ ഇതിന്റെ മുകളിൽ ഒന്ന് പെട്ട് പിടിച്ചില്ലേ? ഇല്ല, ഓടി രക്ഷപ്പെട്ടു. താൻ എവിടുത്തെ എസ്ഐയാടോ? തന്നെ സ്ഥലം മാറ്റി നോക്കിയോ? സൂക്ഷിച്ച് സംസാരിക്കണം. ആരാ സാറേ അട്ടത്തുനിന്ന് ഇറങ്ങി ഓടിയത്? അറിയില്ല അല്ലേ? ഒരു കൊലക്കേസിലെ 1-ാം പ്രതിയെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒട്ടങ്ങളി കളിക്കുന്നു റാസ്കൽ. സാർ ഞാൻ. താനല്ലേ ഇവിടുത്തെ ഗൃഹനാഥൻ? അതെ. യു ആർ അണ്ടർ അറസ്റ്റ്. കൂടി ഒരു പ്രവർത്തകന്റെ അച്ഛനാ, അറസ്റ്റ് ചെയ്യണ്ട. അധികം വലസാടു. സ്ഥലം മാറ്റാൻ എനിക്ക് പ്രശ്നമില്ല. കേരള ജീപ്പില് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. പുള്ളി നിരപരാധിയാണ് സാർ. അത് കോടതി നിശ്ചയിച്ചോളൂ. അച്ഛന് പ്രാണവേദന, മകന് പുസ്തകം വായന. ഈ നേരത്തെ ഇവന്റെ ഒരു തട്ടുപൊളിപ്പം വായന. മനുഷ്യന് കണ്ണും ചവിടും കേട്ടില്ലോ. ഒന്ന് പതുക്കെ വായിക്കണം പ്രശാന്ത. പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു വാസ് ബോൺ ഓൺ. എന്തായി? ഇന്ന് രാത്രി എന്തായാലും അവിടെ കൂടിയേ പറ്റൂ. നാളെ കാലത്ത് വക്കീലിനെ കൊണ്ടുവന്ന് നോക്കാം. എവിടെ ബാനെടുത്തി? അപ്പ കിടക്കണ കിടപ്പ. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അങ്ങനെ ആയാ പറ്റില്ലല്ലോ. ഇരിക്കൂ. അയ്യയ്യേ, ഇത് എന്തൊരു കിടപ്പാത്. ലോകത്ത് ഇന്നുവരെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ലേ? രാഘവേട്ടനെ അവര് കൊല്ലൊന്നുമില്ല. നീ ആളെ കണ്ടോ അച്ചു? കാണാതെ ഈ നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കില്ലായിരുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയാൻ മൂപ്പർ എന്നെ ഏൽപ്പിച്ചത്. ഇനി വേണം സമാധാനമായിട്ട് ജീവിക്കാനെന്നും പറഞ്ഞു വന്ന ആളാ. എനിക്ക് ഈ തങ്ങട് കേൾക്കുമ്പോഴാ അവിടെ ഇപ്പൊ എന്താ സമാധാനക്കേട്? ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഇവിടത്തേക്കാ സമാധാനം അവിടെ ഉള്ളതാണ് എന്റെ പക്ഷം. ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം ആവില്ലെങ്കിൽ ഒന്ന് ചെന്ന് പറഞ്ഞു കൊടുക്കൂ. അല്ല, ഞാനിപ്പോ എന്താ പറയാ? ഞാൻ അവിടെ നിന്നാൽ ശരിയാവില്ല. അവര് കരയുന്ന കണ്ടാ വെറുതെ എന്റെ കണ്ണിന്ന് വെള്ളം വരും. സമാധാനിപ്പിക്കാൻ 2-3 വാക്ക് പറഞ്ഞാൽ മതി. അത് മതിയല്ലേ? മതി. വിഷമിക്കത്തക്കതായിട്ടൊന്നുമില്ല. അതായത് ഒരു നാണയത്തിന്റെ 2 സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ പുഞ്ചിരിയുടെ സ്ഥാനം. ഇപ്പൊ കണ്ണീര്, നാളെ പുഞ്ചിരി. അതാണ് ജീവിതം. അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട, കുട്ടിയും തീരെ വിഷമിക്കണ്ട. പോട്ടെ. വരണം വരണം. സാർ, ഒരു മുണ്ടെടുക്കാൻ പോലും അനുവദിച്ചില്ലേ? ലോക്കപ്പിൽ അത് പാടില്ല. പ്രതി മുണ്ടുരിഞ്ഞ് ഉത്തരത്തിലോ ജനലടിയിലോ കെട്ടിത്തൂങ്ങി ചത്താൽ പിന്നെ ഞാനായിരിക്കും ലോക്കപ്പിലാകുക. സാർ, ഈ ഡ്രസ് അങ്ങോട്ട് കൊടുക്കും. ഇരിക്കും മിസ്റ്റർ നായർ, ഇരുന്നോളൂ. ഇന്നലെ നിങ്ങളൊരു പ്രതിയായിരുന്നു, ഇന്ന് നിങ്ങൾ അതല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ മരണം സംഭവിച്ചത് അടികൊണ്ടോ കുത്തുകൊണ്ടോ അല്ലാന്ന് വ്യക്തമായി. അതെ, മരണകാരണം ഹൃദയസ്തംഭനമാണത്രേ. 3-4 പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണത്രേ മരിച്ച ചാത്തുക്കുട്ടി നായർ. ഒരാളുടെയും വിരലടയാളം പോലും ആ ദേഹത്തുണ്ടായിരുന്നില്ല.
അങ്ങനെ കൊലക്കേസിലെ പ്രതികളെ അല്ലാതായി. രാഘവേട്ടനൊരു യോഗം ഉണ്ടായിരുന്നു ലോക്കപ്പിൽ കിടക്കാൻ. അത് കഴിഞ്ഞു എന്ന് കരുതിയാ മതി. മിസ്റ്റർ നായർ, ഇവിടെ ഒന്ന് ഒപ്പിട്ടേക്ക്. അപ്പൊ സാർ എന്നെ ഇന്നലെ റാസ്കൽ എന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി. അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ? റാസ്കൽ എന്ന് വിളിക്കുന്നോ? ആ, വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരു വർഷം റാസ്കൽ എന്ന് വിളിച്ചോളൂ. അപ്പൊ പിന്നെ കാണാം. അത് വേണോ? ഇതാരാ അച്ഛനോ? പിന്നെ അത് അമ്മയാണെന്ന് വിചാരിച്ചു. ഞാൻ ദാ സ്റ്റേഷനിലേക്ക് പുറപ്പെടുമായിരുന്നു. എന്തിനാ എന്നെ ലോക്കപ്പിൽ നിന്ന് വിടരുതെന്ന് പറയാനോ? എന്താണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണമെന്നാ പറയണത്? ഒരു അച്ഛൻ ലോക്കപ്പിലായിട്ട് നിങ്ങൾ രണ്ടുപേരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂ. ദാ, ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഞാനേ പാർട്ടി ഓഫീസിന് അകത്തിരുന്നോണ്ട് കംപ്ലീറ്റ് ചരട് വലിയായിരുന്നു, അറിയോ? അച്ഛനെ തുടരുത്, അച്ഛനെ ഇറക്കണം, ദാ പറഞ്ഞില്ലേ അച്ഛൻ? ഞങ്ങള് ഭരണപക്ഷക്കാരായി പോയില്ലേ? പരസ്യമായിട്ട് സ്റ്റേഷനിൽ കയറി ചെന്ന അത് പോലീസിനെ സ്വാധീനിക്കാനാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തും. അതുകൊണ്ടാണ് ഞാൻ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് ചരട് വലി നടത്തിയത്. മൂത്തമോൻ കാരണമല്ലേ ലോക്കപ്പിൽ കിടന്ന്. അതിൽ അച്ഛന് ദേഷ്യമൊന്നുമില്ല അല്ലേ? ഇല്ല, എനിക്കിപ്പോ വളരെ സന്തോഷമാണ്. മക്കള് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ലോക്കപ്പിൽ കിടന്നല്ലോ. അതിന് കാരണക്കാരൻ ഏട്ടനല്ലേ അച്ഛാ? ആരാടാ കാരണക്കാരൻ? പോലീസിനെ സ്വാധീനിച്ച് ഉത്തമന്റെയും കൂട്ടരുടെയും പേരിൽ കൊലപാതക കുറ്റം ചുമത്തിയത് ആരാന്നാ ചോദിച്ചത്? നാറികൾ. ഇപ്പൊ എന്തായി? അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ? മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഖാവാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പുതപ്പിക്കാൻ പുറപ്പെട്ട കോമാളികളെ എന്തിയെ? ഇപ്പൊ നിങ്ങൾക്ക് ശവം വേണ്ടേ? വേണ്ട, ഞങ്ങൾക്ക് ശവം വേണ്ട. നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ. സൂക്ഷിച്ച് സംസാരിക്കണം. പോടാ പുല്ലേ. ജംഗ്ഷനിലേക്ക് വാ, വാ കാണിച്ചു തരാം. ജംഗ്ഷനിൽ വെച്ച് ചലിച്ചാൽ നീ വിവരം അറിയും. അച്ഛാ, ഞാനൊരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. മറ്റൊരു നിരപരാധിയായ അച്ഛൻ ലോക്കപ്പിലായി. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. നിപ്പച്ചന് മനസ്സിലായില്ലേ? നീ പ്രതിപക്ഷമാണല്ലോ, എന്നിട്ട് എന്തേ സ്റ്റേഷനിലൊന്നും വന്നില്ല? അച്ഛാ, അച്ഛൻ വെറുമൊരു അച്ഛനല്ല, ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ്. വിയറ്റ്നാമിലെയും ക്യൂബയിലെയും എത്രയോ അച്ഛന്മാരെ പറ്റി അച്ഛൻ അറിയോ? മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ധീരന്മാർ. ഇവിടെ ഇപ്പൊ മക്കളുടെ ചെടിയില്ലല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. അച്ഛനെ ലോക്കപ്പിൽ നിന്ന് വിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരിയൊന്നല്ല അച്ഛാ. മാധവേട്ടാ, കടവേ കടച്ചോ? എന്താ INSP കാര് പിരിവിനിറങ്ങിയിരിക്കുക. എന്റെ ഭഗവാനെ ചതിച്ചോ? 1000 10,000 ഒക്കെ ചോദിക്കുന്നത്. കൊടുക്കാഞ്ഞാലോ തെറിവിളിയും ജീവൻ വേണി ഓടിക്കും. ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയട്ടെ. അവരെവിടെ എത്തി? സെയിൽ ടാക്സ് കൊണ്ട് ഈ കട റൈഡ് അയക്കും. 500 രൂപയിൽ കൂടുതൽ എങ്ങനെയാ? 1000 രൂപ തികച്ചു തരാൻ പറ്റത്തില്ല. ഇതേ ഭാരതയാത്രയാ, അല്ലാതെ കണ്ട എരപ്പാളുകൾക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല. അതും യശ്വന്ത് സഹായുടെ ഭാരതയാത്ര. മര്യാദ കാശെടുക്കടോ. ഇത് റെസീറ്റ് എഴുതി. പകുതി എഴുതി. സാറിന് എഴുതണ്ട. ഇവൻ ലേശൊരു അഹങ്കാരിയാ. വാ, നമ്മൾ ഇങ്ങോട്ടൊരു വീ കട അടച്ചില്ലല്ലോ. അതെ, അതാ ഞാനും ആലോചിക്കുന്നത്. ഇത്ര പെട്ടെന്ന് അടച്ചോ? ശരി, കാണാം, വാ. അല്ല, ഈ ഓഫീസ് ടൈമിൽ വേണോ? പിന്നെ ഓഫീസ് അടച്ചിട്ട് 7 മണിക്കാ വരണ്ടേ? എടോ, നമ്മൾ ഭരണകക്ഷിയാ, നമുക്ക് എവിടെയും കയറാം. പോയതും കുട്ടി, നിങ്ങൾ അപ്പുറത്ത് വാതിലുണ്ട്, അവിടെ ചെന്ന് നോക്കൂ. ജെയിംസ് പോയി ഗേറ്റിൽ നിന്നോ സംഭാവനക്കാരിൽ നിന്നും ഒരുത്തനെ ഒളിച്ചോടാൻ അനുവദിച്ചുകൂടാ. എന്നാ പിന്നെ അങ്ങനെ അവിടെ ചെല്ല് ചെല്ല് ചെല്ല്. ആ KRP വരണം. ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? അവരോടൊക്കെ വരാൻ പറയും. INSPയുടെ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാൾ വന്നിട്ടുണ്ട്. ആരാണാവോ അത്? ഞാനാണാവോ അത്? യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ. അതിനുള്ള ഫണ്ട് വിരിവാണ്. നിങ്ങളുടെ എല്ലാം ഒരു മാസത്തെ ശമ്പളത്തിന് പകുതി വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അദ്ദേഹം ഭാരതയാത്ര നടത്തുന്നതിന് ഞങ്ങൾ എന്തിനാ പണം തരുന്നത്? പുതിയ ആളാന്ന് തോന്നുന്നു. അല്ല, പഴയ ആളാണ്. 10-30 കൊല്ലത്തെ പഴക്കം കാണും. ജനിച്ചിട്ട് അത്രയായി. പൊതുവാൾജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലമാറ്റം വാങ്ങി കൊടുക്കണോ? സ്ഥലം മാറ്റുന്നെങ്കിൽ ആനവട്ടക്കുറിശിയിലേക്ക് അയാൾ കൊള്ളാം. നല്ല അസല് മണ്ണാണ് അവിടുത്തെ. ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ നേരമില്ല. യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്ര ബോംബെന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഇതിപ്പോ എന്തിനാണോ ഈ ഭാരതയാത്ര? വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ. ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യനോ അല്ലാതെ പിന്നെ മൃഗമാണോ? അയാള് ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യം ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണോ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അല്ല, തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില്? ഇത്തരം യാത്ര കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം? അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട്, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം, അങ്ങനെ എന്തെങ്കിലും? നിങ്ങൾ അതിര് കിടക്കുന്നു. അല്ല സുഹൃത്തെ, നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ ഒരു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല. മിസ്റ്റർ, ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. അത്യാവശ്യത്തിനുള്ള ആരോഗ്യമുണ്ട്, കൂലിപ്പണി ചെയ്താലും ജീവിക്കാം. പൊതുവാൾജി, ഇപ്പൊ തന്നെ കൃഷിമന്ത്രി വിളിച്ചാലോ? ചെന്ന് വിളിച്ചു പറ.
നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന്. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു എന്ന് പറഞ്ഞാൽ ഏറ്റു. സംശയിക്കണ്ട, ഞാൻ ഏറ്റു. പൊതുവാൾജി ഏറ്റിട്ടാ. അവന്റെ ഒരു യശ്വന്ത് സഹായി. ഭാരതത്തിന്റെ വിരിമാറിലൂടെ യശ്വന്ത് സഹായി നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിലും എത്തിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ ഐക്യമൂട്ടി ഉറപ്പിക്കാൻ, ഭാരത മക്കളെ ഉത്ബുദ്ധരാക്കാൻ യശ്വന്ത് സഹായി ഇതാ നിങ്ങളുടെ കൺമുന്നിൽ. ജനകോടികളുടെ മനോമനപുത്രൻ ശ്രീ യശ്വന്ത് സഹായ് ഈ വാറിന്റെ തൊട്ടുപുറകെ വന്നുകൊണ്ടിരിക്കുന്നു. ഉൾക്കൊള്ളാൻ ഭാരത മക്കളുടെ കണ്ണിലുണ്ണിയായ യശ്വന്ത് സഹായ് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. यशवंत सहाय जिंदाबाद, സഹായ് സിന്ദാബാദ്, सहाय जी की സഹായ് ജി കി, സഹായ് ജി കി, യശ്വന്ത് സഹായ് ജി കി, നീ മാലൻ സഹായിക്ക് ഇഷ്ടമല്ല. ഞാനാണ് ഫോട്ടോ എടുക്കും. സഹായ് ജി കി, ജയ് സഹായ് ജി കി, എന്തോ കള്ളാണ്. സഹായ് ജി കി, സഹായ് ജി കി. പോയാ പടക്കത്തിന് തീ കൊടുക്കാൻ മതി. പടക്കം സാരില്ല, പടക്കാറ് പടക്കം വരി. വേഗാവട്ടെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കാതെ ഇളക്കണോ ഒന്നും പറയുന്നത്. അരമണിക്കൂറിനകം എല്ലാം റെഡി ആവണം. കൃത്യം 12:30 മണിക്ക് സഹായിക്കുന്നുണ്ടതാ. ഏറ്റവും 1 മിനിറ്റ് തെറ്റി അദ്ദേഹത്തിന് ഗ്യാസ് ട്രബിൾ ഉള്ളത്. അതുകൊണ്ടാ. ആയിക്കോട്ടെ, ഒന്ന് വേഗം ഇടൂ. അമ്മ ഇതെന്താ നോക്കി നിൽക്കുന്നത്? വല്ല പപ്പടം കാച്ചി ഇല തുടക്കി എന്തെങ്കിലും ഒന്ന് ചെയ്തൂടെ? നിന്നോടും കൂടി പറയുന്നത്. നിങ്ങളൊക്കെ എങ്ങനെ കൂടി നിന്നാലോ? സഹായിക്ക് അല്പം കാറ്റ് കിട്ടാനെ. ഒന്ന് മാറിക്കൊടുക്കും. മാറാൻ നായിക്കളെ. ദയവേത് നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തുക്കോ. ഞാനും സഹായിച്ച് എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ. പ്ലീസ് ഇറങ്ങി പോകാൻ. പ്ലീസ് പോ. ഒന്ന് മാറോ. നമ്മൾ എങ്ങനെ ആയാലോ? नारियल का पानी, എന്താ नारियल पानी, ക്യാ ക്യാ? हमको पीने के लिए नारियल का पानी लाओ. എന്താണ് മൂപ്പർ ചോദിക്കുന്നത്? ऊपर ഇങ്ങനെയാണല്ലോ ആക്ഷൻ കാണിച്ചത്. വെള്ളം അടിക്കാനായിരിക്കും. ദൈവമേ, ഇത്ര ആൾ നിൽക്കുമ്പോഴോ? ये बुद्धू का आदमी नारियल पानी लाओ ना. ഇതാ തന്നെ മദ്യപാൻ തന്നെ. ക്യാ മദ്യപാൻ ഹെ? ഹാഫ് ബോട്ടൽ ക്യാ ഫുൾ ബോട്ടൽ? क्या हाफ बोतल? ക്യാ ഫുൾ ബോട്ടൽ അല്ലല്ലേ? അതായത് മാക്ഡോവൽ വേണോ ഹണീബി വേണോ? ഞങ്ങൾ ഇവിടെ കമ്പനി മാക്ഡോവലാ. शट अप इडियट, हमको नारियल पानी चाहिए. ഇതൊരു നടക്ക് പോണ മാതിരില്ല. സഹോദരന്മാർ ആർക്കെങ്കിലും അറിയോ നാരിയൽ പാലിന്റെ അർത്ഥം? नारी എന്ന് വെച്ചാൽ സ്ത്രീ. ദൈവമേ, ചതിച്ചു എന്നാ തോന്നണേ. സ്ത്രീ രഹി राम राम ബ്രഹ്മ. राम. ഇതൊന്നുമല്ല. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഈ നാരിയൽ പാനിന്റെ അർത്ഥം ആർക്കും അറിയില്ലേ? നാരിയൽ പാനി ഇളനീര്, ഏ ഇളനീര്, ഇളനീര്. നമ്മൾ ഇളനീരോ? ഓ എന്റെ ഇഷ്ടം. എന്നാലും ഇത് ആദ്യം പറഞ്ഞൂടെ? ക്യാ ഇളനീർ ഹേ? അങ്ങനെ പറ. അപ്പളേ നിങ്ങൾ കുറച്ചാൾ പോയിട്ട് ഇളനീരിട്ടെ. ചെല്ലി ചെല്ലി. ഇത് എവിടേക്കടാ കയറുന്നേ? ആളുകൾ കണ്ടൂടെ? ഓ, ഞാൻ നോക്കിയില്ലേ. എന്ത് പണിയാച്ചത്? നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോ ഗ്രഹനാഥനായ അച്ഛൻ ഇവിടെ ഒന്ന് കുത്തിയിരിക്കുക. ഗ്രഹനാഥനായോണ്ടാണല്ലോ ലോക്കപ്പ് കിടക്കേണ്ടി വന്നത്. ഇനി വയ്യമോനെ. അണികൾ മുഴുവൻ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുക, KRPയുടെ അച്ഛൻ എവിടെ, KRPയുടെ അച്ഛൻ എവിടെയെന്ന്. KRPയുടെ അച്ഛൻ ഇവിടെയെന്നങ്ങ് പറഞ്ഞ പോലെ. നിങ്ങൾ കാരണം അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നതേ INSPയുടെ ക്യാമ്പയിൻ ജോയിന്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ നേതാവ്. അറിയോ? അയ്യോ, അത്ര ഭയങ്കരനാ. എന്നാ രാഘവട്ടം പോണം. ഞാനില്ല ആ ബഹളത്തിലേക്ക്. അച്ഛാ, അണികളുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. ഞാൻ അച്ഛന്റെ കാല് വേണമെങ്കിൽ പിടിക്കാൻ എന്റെ കൂടെ വന്നേ പറ്റും. കാല് പിടിക്കാണ്ട് രാഘവട്ടം എന്തായാലും പോണം. എന്റെ മോനെ, അന്നത്തെ ആ സംഭവത്തോടെ ഞാൻ ആകെ പേടിച്ചിരിക്കുക. അച്ഛാ, ആ സംഭവം അല്ല ഈ സംഭവം. ഇതൊരു അഖിലേന്ത്യാ സംഭവം അല്ലേ? വന്നാട്ടെ. അതെ, അതാ എന്റെ പ്രത്യേകത. നിങ്ങൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ? അതെ. ഏതാണ്ട് എന്റെ അച്ഛന്റെ അതേ പ്രായവും. അതെ. എന്നൊരു വരി ഊതരുത്. എല്ലാം കിട്ടിയില്ലേ? അച്ഛൻ വന്നു. ഒന്നുകൂടെ കൊടുക്കും. മുണ്ട് അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം. ആയിക്കോട്ടെ, അതിനെന്താ? നായരെ മൂപ്പരെ കാലൊന്ന് തൊട്ട് വന്നിച്ചേക്കൂ.
വേഗം വേഗം ആവട്ടെ. ഇളനീര് കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കാല് പിടുത്തം തുടങ്ങും. അപ്പൊ പിന്നെ കാല് പിടിക്കാൻ ബുദ്ധിമുട്ടാവും. വലിയ ആളല്ലേ അച്ഛാ, കാല് തൊട്ട് വന്നിച്ചോളൂ. ഈ ചാൻസ് പിന്നെ കിട്ടിയില്ലാന്ന് വരും. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഒന്ന് മിണ്ടാതിരിക്ക്. ഓ, കളയണ്ട, ഞാൻ പിന്നെ എടുത്തോളാം. ये कौन है? कदर नहीं उसको. ये हमारा മറ്റേ പ്രകാശൻ കാ അച്ഛൻ. क्या प्रकाश? KR പ്രകാശൻ. क्या? ഈ ഹൗസിന്റെ ഉടമസ്ഥൻ, മുതിർന്ന ആൾ, അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം. ഈ ഹൗസിന്റെ പ്രസിഡന്റ്, പ്രസിഡന്റ് ഓഫ് ദി ഹൗസ്. അതെങ്ങനെയാ തോന്നുന്നു ഹിന്ദി പറഞ്ഞു കൊടുക്കാൻ? കണ്ണിൽ തന്നെ നോക്കണേ. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. മൈ ഫാദർ ജി. है? മൈ ഫാദർ. Who are you? क्या चाहिए? ചായ ചായ വേണോ? चुप! मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं, मगर अभी मालूम पड़ा मैंने गलत समझा हूँ. हमारा राष्ट्रभाषा हिंदी है. तुम लोग हिंदी सीखो, नहीं तो किसी को छुटकारा नहीं पा सकता. जिन लोगों को हिंदी नहीं मालूम उन लोगों को हमारा सरकार नौकरी नहीं देगी. और याद रखो, कोई बक्सा लेकर बॉम्बे में आते तो मार खाएंगे, समझा? संपूर्ण चाचरदा बंदर का बच्चे. അല്ല ഊണൊക്കെ റെഡിയല്ലേ? ഊണ് അപ്പുറത്ത്. നീ അപ്പുറം ചെല്ലി.